കബോർഡ് തുറന്നതിന് ശേഷം ചിരവ നേരെ അകത്തുനിന്ന് വലിച്ചെടുക്കുക, അവിടെ സ്റ്റാൻഡ് ചെയ്യുക. അതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അനായാസം ഇങ്ങനെ ഇടിയപ്പം ചുറ്റിയെടുക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, റഷീദ് ടെക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചിരവയുടെ ഒരു പുതിയ വെറൈറ്റി ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. 2 വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിനെ കൂടുതൽ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ആ സാധനമാണിത്. ഇത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഇടിയപ്പം ചുറ്റുന്ന അച്ചും ഇതിനകത്ത് സെറ്റ് ചെയ്യുക. നമുക്കിത് ആവശ്യം കഴിഞ്ഞാൽ നേരെ കബോർഡിൻ്റെ അകത്തേക്ക് വിട്ടിട്ട് ഇത് നേരെ കബോർഡ് ക്ലോസ് ചെയ്യാൻ പറ്റും. ആ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്യണം, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യണ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കാണുക. ഈ സാധനം നമ്മൾ നേരെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതിവിടെ ഒരു ആംഗ്ലർ യൂക്ലാമ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ലൂസ് ചെയ്യാൻ പറ്റും. ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്കും മുകളിലേക്കൊക്കെ പൊക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ കബോർഡിൻ്റെ ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വേണമെങ്കിൽ ഗ്യാപ്പ് ഇടാം. ഇനി നേരെ വെച്ചെന്ന് വെച്ചാൽ ഫിറ്റായിരുന്നു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ അതിൻ്റെ അപ്പുറത്ത് കണ്ട 2 ഹോളുണ്ട്. ആ ഹോളിൽ ആങ്കർ ബോൾട്ട് അടിച്ച് നേരെ ആ അറ്റത്തെ ഭിത്തിയിൽ കൊണ്ടുപോയാണ് അത് പിടിപ്പിക്കുന്നത്. പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിൽക്കും. ബാക്കിയുള്ളത് ഞാൻ അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഇവിടെ വെച്ച് ടൈറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇനി തേങ്ങ രണ്ടെണ്ണമാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പവും ചുറ്റാട്ടോ. അപ്പോൾ അത് ഞാനിത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ തേങ്ങ രണ്ടും അതെ ഇതേമാതിരി നമുക്ക് വെച്ചിട്ട് നമ്മൾ ചാരി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഗതി അനങ്ങൊന്നുമില്ല. നല്ല സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇതിങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചിരണ്ടിയെടുക്കാം. പിന്നെ ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചിരവനാക്ക് വരുമ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങിയാണ് ഇരിക്കണം. അപ്പോൾ തേങ്ങ ചിരണ്ടുമ്പോൾ ഇങ്ങോട്ട് തെറുത്ത് പോരും. ഇത് നേരെ അങ്ങടെ വീഴുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഇതിൽ. ഇനിയിപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഏതാണ്ട് അപ്പോൾ ഇടിയപ്പച്ച് നമ്മളിതിലേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് വണ്ണം കുറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ നേരെ താഴേക്ക് ഇറക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ അടിയിൽ തന്നെ സൂട്ടാവും. അതിൻ്റെ എല്ലാം അത് മുകളിൽ വെച്ചേക്കണത്. വണ്ണം കുറവാണെങ്കിൽ നേരെ താഴേക്ക് ഇറക്കിയിട്ടിട്ട് ഇത് ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, നേരെ അത് ടൈറ്റ് ചെയ്ത് ഇനി നമ്മൾ വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ പാത്രം മാറ്റി കൊടുക്കുക. അടുത്തതിലേക്ക് വിടാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്കിത് ചുറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നേരെ ഇത് ഇങ്ങോട്ട് വലിച്ച് നേരെ ഇങ്ങോട്ട് ഒടിച്ച് ഇവിടെ മടക്കി വെക്കുക. അതിന് ശേഷം നേരെ ഇങ്ങോട്ട് വലിക്കുക. വലിച്ചതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചതിന് ശേഷം നേരെ അടിയിലേക്ക് കൊണ്ടുപോവുക. അടിയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം നമ്മൾ ഈ ലോക്കിൽ കയറ്റി അവിടെ അത് ഇരുന്നോളൂ. കണ്ട ഒരു ലോക്ക് ഉണ്ട് അവിടെ. ഇങ്ങനെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോക്കിൽ അവിടെ കിടക്കും. അതിന് ശേഷം നമുക്ക് ഈ ഡോറ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മടക്കി വെക്കണമെങ്കിൽ നേരെ താഴേക്ക് ഇടണമെങ്കിലും അങ്ങനെ ഇടാം കേട്ടോ. അതാണെങ്കിൽ ഇത് നേരെ താഴേക്ക് ഇങ്ങനെ വീണ് കിടന്നോളും. ശരിക്കാണ് തള്ളി വെച്ചാൽ മതി. എന്നിട്ട് ഡോർ അടക്കുക. ഓക്കെ, അപ്പം ഞാൻ ഉണ്ടാക്കിയ ഈ ചിരവട നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തരാം. അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കി തരുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഇതിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധനം എത്തിച്ചു തരാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു, ബൈ.